അലർജിയുള്ള ആളുകൾക്ക് വളരെയധികം കുറ്റബോധം അനുഭവപ്പെടാറുണ്ട്. നിങ്ങൾക്കറിയോ എന്തുകൊണ്ടാണെന്ന്? അലർജിയുള്ള ആളുകൾ അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്ക് ശേഷം ശക്തമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. ഉദാഹരണമായിട്ട് തുമ്മലും മൂക്കൊലിപ്പൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ശക്തമായ ക്ഷീണവും പനിക്കാൻ വരുന്നത് പോലെയൊക്കെ തോന്നാറുണ്ട്. കാരണം ശരീരത്തിലുള്ള ഹിസ്റ്റമിൻ റിലീസ് കൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർ വിചാരിച്ച കാര്യങ്ങൾ സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഓഫീസിലായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, സ്വന്തം കാര്യങ്ങൾ പോലും അവർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാറില്ല. ക്ലോസ് ആയിട്ടുള്ള അവരുടെ കുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ ഹസ്ബൻഡിനാണെങ്കിൽ വൈഫിനൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കെയർ കൊടുക്കാൻ അവർക്ക് പറ്റാറില്ല. ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് എല്ലാം ഫിക്സ് ശേഷം അലർജിയുള്ള ഒരു കാരണം കൊണ്ട് മാത്രം അതിൽ നിന്ന് പിന്മാറേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ അലർജിയിൽ ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കാം അവർക്ക് ആ ടൂറിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷനിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നത്. അത് അവരിൽ ഉണ്ടാകുന്ന മാനസികവും ശാരീരികമായ ആഘാതം വളരെയധികം വലുതാണ്. കാരണം അലർജി കാരണം ഡെയിലി റുട്ടീൻസ് പോലും മര്യാദക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളുടെ കുറ്റപ്പെടുത്തലൊക്കെ കേൾക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു അവസ്ഥയും കൂടി വരുമ്പോൾ അവർക്ക് വല്ലാത്തൊരു കുറ്റബോധമാണ് അനുഭവപ്പെടുക. ഇങ്ങനെയുള്ള ആളുകളിൽ വളരെ കോമൺ ആയിട്ട് ഡിപ്രഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഹസ്ബൻഡിനോ വൈഫിനോ ആർക്കാണോ അല്ലെങ്കിൽ നിങ്ങളെ കുട്ടികൾക്കാണോ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതെങ്കിൽ അവരെ പ്രോപ്പറായിട്ട് നിങ്ങൾ കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് അലർജി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നത് വഴി തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒഴിവാക്കിയെടുക്കാവുന്നതാണ്. നിങ്ങളുടെ സാമീപ്യവും കരുതലും ആ ഒരു സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തേണ്ടതാണ്. മാനസികവും ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിലൂടെ മാത്രമേ നമുക്ക് ഈ അലർജിയെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ.